തൊണ്ടയിൽ എപ്പോഴും കഫമുള്ള പോലെ തോന്നുന്നുണ്ടോ? എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മൂക്കൊക്കെ അടഞ്ഞ് എപ്പോഴും വായിലേക്ക് കഫം വരിക, ത്രോട്ട് എപ്പോഴും ക്ലിയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ഇത് വളരെ കോമൺ ആയിട്ട് അലർജി ഉള്ള ആളുകൾക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ റിക്കറന്റ് ആയിട്ട് സൈനസൈറ്റിസ് ഉള്ള ആളുകൾക്കും ഈ ഒരു ലക്ഷണം എപ്പോഴും ഒരു കാണിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും തൊണ്ട കാറി തുപ്പുന്ന ഒരു ഹാബിറ്റ് അധികം ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ചില ഫുഡ് കഴിക്കുന്നതിലൂടെ തന്നെ കഫത്തിന്റെ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് ഡയറി പ്രോഡക്ട്സ് ആണ്. പാൽ ഉൽപ്പന്നങ്ങൾ നന്നായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. കൂടുതൽ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. ചില ഫുഡുകൾ പ്രത്യേകിച്ച് ഗോതമ്പ്, ഓട്സ്, അതുപോലെ നിലക്കടലൊക്കെ കൂടുതലായിട്ട് അലർജി ട്രിഗർ ചെയ്യാറുണ്ട്. കഫത്തിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ ഇതൊരു കാരണമാവാറുണ്ട്. ഈ ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസ് തോന്നുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. നമ്മൾ ഇത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ വെള്ളം കുടിക്കുന്ന വഴി തന്നെ നമ്മുടെ കഫമൊക്കെ നന്നായിട്ട് നേർത്ത് പോകാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ത്രോട്ടിൽ കൂടുതലായിട്ട് കഫം അടിഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. തണുത്ത ഫുഡും അതുപോലെ തന്നെ തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഓൾറെഡി ഉള്ള ഇൻഫ്ലമേഷൻസ് കൂടുതലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ബൈ സിപ്പായിട്ട് കുടിച്ചു കൊടുക്കുക. കാരണം അതുവഴി തന്നെ നമ്മുടെ ത്രോട്ടിലെ ഇറിറ്റേഷൻസ് ഒക്കെ നന്നായിട്ട് കുറയും. ഈ കിച്ച് പോലെ നമുക്ക് തൊണ്ട ഇടയ്ക്കിടയ്ക്ക് ചൊറിയുന്ന ഒരു സ്വഭാവം നല്ല രീതിയിൽ മാറ്റം വരുന്നതാണ്. ഫുഡിൽ കൂടുതലായിട്ട് മഞ്ഞൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ ചൂടുള്ള വെള്ളത്തിലൊക്കെ മഞ്ഞളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിക്കുന്ന വഴി തന്നെ നമുക്ക് ത്രോട്ടിന് ഒരു സ്മൂത്ത് എഫക്റ്റ് കിട്ടുന്നതാണ്. ഹണിയൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്ന വഴി തന്നെ നമ്മൾ ഈ ത്രോട്ടിന്റെ ഇറിറ്റേഷൻസ് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാനും കഫത്തിന്റെ പ്രൊഡക്ഷൻസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനും പറ്റുന്നതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കഫത്തിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നന്നായിട്ട് കുറയും. നമുക്ക് മൂക്കിൽ നിന്ന് വായിലേക്ക് വരുന്ന കഫൊക്കെ നന്നായിട്ട് കുറയെങ്കിലും ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കാരണം റിക്കറന്റ് ആയിട്ട് അലർജി വരുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ റിക്കറന്റ് ആയിട്ടുള്ള അലർജിയുടെ ഭാഗമായിട്ട് തന്നെ റിക്കറന്റ് സൈനസൈറ്റിസ് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അത്തരം ആളുകൾക്ക് ഇത് വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ വായിൽ എപ്പോഴും കഫം വന്നുകൊണ്ടിരിക്കും. ഡെയിലി ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അലർജി ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ അതിനുള്ള എക്സ്റേ ഒക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള സൈനസൈറ്റിസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനൊക്കെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി തന്നെ കഫം വായിലേക്ക് വരുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ എപ്പോഴും തൊണ്ട ക്ലിയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യൂ.